ഞങ്ങൾ ഭയത്തോടെയാണ് ജീവിക്കുന്നത്. അയാൾക്ക് ജാമ്യമോ പരോളോ കിട്ടരുത്. ഒരിക്കലും അയാളെ പുറത്തു വിടരുത്. പാലക്കാട് പോത്തുണ്ടിയിലെ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചതറിഞ്ഞ് കൊല്ലപ്പെട്ട സജിതയുടെ മക്കൾ ആശ്വാസത്തോടെ പറഞ്ഞതാണിത്. അച്ഛൻ സുധാകരനെയും അമ്മൂമ്മ ലക്ഷ്മിയെയും വധിച്ച കേസിൽ അയാൾക്ക് വധശിക്ഷ കിട്ടുമെന്നാണ് ആ പെൺകുട്ടികളുടെ പ്രതീക്ഷ. ചെന്താമരയുടെ ക്രൂരതയിൽ അനാഥരായ അതുല്യയ്ക്കും അഖിലയ്ക്കും നീതി കിട്ടണമെങ്കിൽ ഇരട്ടക്കൊലക്കേസിലും ശിക്ഷ വേണം. സജിതയെ കൊലപ്പെടുത്തിയ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. പ്രതി 3 ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. ചെന്താമര കുറ്റം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ഇയാളുടെ സ്വഭാവം മാറുമെന്നോ നല്ലവനാകുമെന്നോ പ്രതീക്ഷയില്ലെന്നും വ്യക്തമാക്കി. സമൂഹ മനസാക്ഷിയെ നടുക്കിയ ക്രൂര കൊലപാതകത്തിന് പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് കോടതി. ചെന്താമര 3.25 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. കൊലപാതകം, അതിക്രമിച്ചു കടക്കൽ കുറ്റങ്ങൾക്കാണ് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ. തെളിവ് നശിപ്പിക്കലിന് 5 വർഷം തടവും കോടതി വിധിച്ചിട്ടുണ്ട്. പ്രതിയുടെ മാനസിക നില ഭദ്രമെന്ന് വിലയിരുത്തിയ കോടതി ചെന്താമരയുടെ സ്വഭാവം മാറുമെന്നോ നല്ലവനാകുമെന്നോ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു. പരോൾ കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ സാക്ഷികൾക്ക് സംരക്ഷണം ഉറപ്പാക്കണം. സജിതയുടെ മക്കൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും വിധിന്യായത്തിൽ കോടതി വിശദീകരിച്ചു. വിധിയിൽ തൃപ്തരെന്ന് സജിതയുടെ മക്കളായ അഖിലയും അതുല്യയും പ്രതികരിച്ചു. പ്രതി പുറത്തിറങ്ങാതിരിക്കണമെന്നും കോടതിക്കകത്തുപോലും ഭയമായിരുന്നുവെന്നും മക്കൾ. അതെ, പരോളോ അങ്ങനെ വന്നാൽ ഇപ്പോഴും ഒരു ഭയത്തിൽ തന്നെയാണല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭീഷണിയും ഭയം ഉണ്ട് ഇയാളെ, അതുകൊണ്ട് ഇനി ഒരിക്കലും ഇയാളെ പുറത്ത് വിടരുത്. ഈ കോടതിയിൽ പോലും നിൽക്കുമ്പോ ആ പേടി ഉണ്ടായിരുന്നു? അയാളെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു, പേടിയുണ്ടായിരുന്നു. വിധിയിൽ തൃപ്തരെന്നും അപ്പീൽ നൽകില്ലെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയകുമാർ പ്രതികരിച്ചു. നമ്മളുടെ എഫോർട്ടിന് കിട്ടിയ അംഗീകാരമാണ്. ഇതിൽ മേൽക്കോടതിയിൽ പോകാനുള്ള ഇതെല്ലാം ഒന്നുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചതാണ് കോടതി. അപ്പോൾ ഇതിന് മുകളിൽ മേൽക്കോടതിയിൽ പോയാൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, അവർ പോവുകയായിരിക്കും. ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായെന്ന് പാലക്കാട് SP അജിത് കുമാർ പ്രതികരിച്ചു. ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ശിക്ഷ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സയൻറ്റിഫിക് എവിഡൻസ് കറക്റ്റ് പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്തിട്ട് പോലീസ്ക്ക് ചെയ്യാൻ സാധിച്ചു. അതൊരു ഏറ്റവും നിർണായകം കാര്യമാണ് ഈ കേസിൻ്റെ കൺവിക്ഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സാഹചര്യ തെളിവ് മാത്രമുള്ള കേസാണിതെന്നും കോടതി പരോൾ അനുവദിച്ചിരുന്നതാണെന്നും അതിനാൽ ശിക്ഷാ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രതിഭാഗം അഭിഭാഷകരായ ഷൺമുഖാനന്ദനും മനോജ് ജേക്കബും പറഞ്ഞു. മറ്റുള്ള മർഡർ കേസുകളെല്ലാം പ്രതിക്ക് പരോൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെന്താമരയുടെ ഈ കേസിൽ പ്രതിക്ക് നിയമാനുസൃതം ലഭിക്കാവുന്ന പരോൾ ലഭിക്കാനും വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നതാണ്. 2019 ഓഗസ്റ്റ് 31 സജിതയെ പൂത്തുണ്ടി തിരുത്തമ്പാടത്തെ വീട്ടിനകത്ത് കഴുത്തിനു പിന്നിലും തോളിലും വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിലും മക്കൾ സ്കൂളിലുമായിരുന്നു. തന്റെ കുടുംബം തകർത്തത് സജിതയാണെന്ന ചെന്താമരയുടെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ കേസിൽ ജാമ്യത്തിൽ കഴിയവേ 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവ് സുധാകരനെയും അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ഇരട്ട കൊലപാതകത്തിൽ വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സജിത വധക്കേസിലെ സാക്ഷി പുഷ്പയ്ക്ക് നേരെ ചെന്താമര വധഭീഷണി മുഴക്കിയതിനെ തുടർന്ന് അവർ നാടുവിട്ടുപോയിരുന്നു. സജിതയുടെയും സുധാകരന്റെയും മക്കൾക്ക് സർക്കാർ ജോലി നൽകണമെന്നാണ് നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും ആവശ്യം. ന്യൂസ് 18 പാലക്കാട്.